മഹാരാഷ്ട്രയിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുടൻ ദേവേന്ദ്ര ഫട്നവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരാകും. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ മുംബൈ ആസാദ് മൈതാനത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് മുംബൈയിൽ നിന്നും. ശ്രീനാഥ്, അങ്ങനെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഇങ്ങനെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ ദേവേന്ദ്ര ഫട്നവിസ് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്നത്. നിലവിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കടക്കുകയാണോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? തീർച്ചയായും പ്രവിത, വോട്ടെണ്ണൽ കഴിഞ്ഞ് 12-ാം ദിനം അങ്ങനെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരെന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. ഒരു പുതിയ സർക്കാർ മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വരാൻ പോകുന്നു. ദേവേന്ദ്ര ഫട്നാവിസും ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രിമാരായി ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും സത്യപ്രതിജ്ഞ ചെയ്യും. ഇപ്പോൾ തന്നെ എനിക്ക് പുറകിലാണ് ആസാദ് മൈതാൻ ഉള്ളത്. ആസാദ് മൈതാനിലേക്ക് ഇപ്പോൾ തന്നെ ആളുകളൊക്കെ തന്നെ പാർട്ടി പ്രവർത്തകരൊക്കെ വന്ന് നിറയുന്ന അവസ്ഥയുണ്ട്. പ്രധാനപ്പെട്ട CST റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റായി എതിർവശത്ത് നിൽക്കുന്ന ആസാദ് മൈതാനിൽ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങ് തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ വേദിയിൽ നമുക്ക് കാണാം പ്രധാനപ്പെട്ട നേതാക്കൾ JP നദ്ദ, അമിത്ഷാ അടക്കമുള്ള BJPയുടെ സമുന്നതരായ നേതാക്കൾ, ഒപ്പം സഖ്യകക്ഷികളിൽ നിന്നുള്ള നേതാക്കളൊക്കെ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സദസ്സിലേക്ക് വരുമ്പോഴും അവിടെയും പ്രധാനപ്പെട്ട പലരെയും കാണാൻ കഴിയുന്നുണ്ട്. ബോളിവുഡിൻ്റെ നഗരമാണ് മുംബൈ. ബോളിവുഡിൽ നിന്ന് ഷാറുഖ് ഖാൻ അടക്കമുള്ള താരങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വ്യവസായ കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നു. അംബാനി കുടുംബം ഒന്നടങ്കം മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പല കോണുകളിൽ നിന്നുള്ള പ്രമുഖരുടെ ഒരു നീണ്ട നിരയാണ് നമ്മൾ ഈ ചടങ്ങിലേക്ക് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം തന്നെ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഏതാണ്ട് 10-ലധികം മുഖ്യമന്ത്രിമാർ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പല നേതാക്കളെയും പ്രമുഖരെയൊക്കെ ഈ ചടങ്ങിലേക്ക് എത്തിച്ച് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് അത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങായി മാറ്റാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ഇവിടെ പൂർത്തിയായിട്ടുള്ളത്. നമുക്കറിയാം ആസാദ് മൈതാനിൽ ഏതാണ്ട് 40,000-ലധികം ആളുകളെ ഇരിക്കാനുള്ള ഒരു പന്തലൊക്കെ തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 2000-ലധികം VVIPകൾ എത്തുന്നതുകൊണ്ട് സ്വാഭാവികമായും പോലീസിൻ്റെ വലിയ വിന്യാസം ഈ മുംബൈയിലാകെ തന്നെയുണ്ട്. ഏതാണ്ട് വേദിയും പരിസരത്തുമായി 4000-ലധികം പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ദേവേന്ദ്ര ഫട്നാവിസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തുടക്കമായി ഈ ഒരു സത്യപ്രതിജ്ഞയെ വിലയിരുത്താൻ കഴിയും. പല ഘട്ടങ്ങളിൽ ദേവേന്ദ്ര ഫട്നാവിസ് രാഷ്ട്രീയത്തിൽ നിറം മങ്ങിപ്പോകുമോ എന്ന് തോന്നിച്ച കുറച്ച് സമയമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം കണ്ടത്. അവിടെ 9 സീറ്റുകളിലേക്ക് BJP ഒതുങ്ങിപ്പോയപ്പോൾ പലരും RSS അടക്കം അതിൽ പ്രതിസ്ഥാനത്തേക്ക് ദേവേന്ദ്ര ഫട്നാവിസിനെ കൊണ്ടുചെന്ന് നിർത്തിയതാണ്. പക്ഷേ അവിടെ നിന്ന് ഒരു വലിയ തിരിച്ചുവരവ് എന്ന് വെച്ചാൽ ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ BJPക്ക് ഇന്നേ വരെ കിട്ടിയ സീറ്റ് നിലയിൽ ഏറ്റവും ഉയർന്ന സീറ്റ് നില നേടിക്കൊണ്ട് ഒരു ചരിത്ര വിജയം. ഒരു പ്രതിപക്ഷ നേതാവിന് പോലും ഇടമില്ലാത്ത വിധം പ്രതിപക്ഷം പരാജയപ്പെട്ടു പോയ ഒരു തെരഞ്ഞെടുപ്പ്. അത്ര വലിയ ഒരു വിജയം നേടി നിൽക്കുമ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് അല്ലാതെ മറ്റൊരു പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഫട്നാവിസ് മുഖ്യമന്ത്രിയായി വരുന്നതിന് മറ്റു പല കാരണങ്ങൾ കൂടിയുണ്ട്. ഉപമുഖ്യമന്ത്രിമാരായി ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറിനെ പോലെയുള്ള പ്രബലരായ നേതാക്കൾ, പരിചയസമ്പന്നർ ഉണ്ടാകുമ്പോൾ ഫട്നാവിസ് അല്ലാതെ മറ്റൊരു പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJPക്ക് പരിഗണിക്കാൻ ഉണ്ടായില്ല. അങ്ങനെയാണ് നാഗ്പൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവായി ആയ സംസ്ഥാനത്തെ BJP രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന ദേവേന്ദ്ര ഫട്നാവിസ് വീണ്ടും ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാവുന്നത്. 2014-ൽ അദ്ദേഹം ആദ്യം മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുമ്പോൾ അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു. ശരത് പവാർ കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മുഖ്യമന്ത്രിയാകുന്ന ആളെന്ന ആ ഒരു റെക്കോർഡ് അന്ന് അദ്ദേഹത്തിന് കിട്ടി. മേയറായിരുന്ന കാലഘട്ടത്തിൽ പോലും അന്നും വളരെ കുറഞ്ഞ പ്രായത്തിലാണ് അദ്ദേഹം പടിപടിയായി തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇങ്ങനെ ഉയർന്നു വന്നിട്ടുള്ളത്. 2019-ൽ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ കഴിഞ്ഞതെങ്കിൽ പോലും 2ാം തവണ ഒരിക്കൽ കൂടി അദ്ദേഹം അങ്ങനെ മുഖ്യമന്ത്രി കസേരയിലെത്തി. പക്ഷേ 3ാം തവണ അദ്ദേഹം മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കുമ്പോൾ ഫട്നാവിസിൻ്റെ കരുത്ത് അത് പല മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിലും ഏറ്റവും ശ്രദ്ധേയരായ 10 BJP നേതാക്കളുടെ പട്ടിക എടുത്താൽ ഒരുപക്ഷെ ആദ്യ 4-5 എണ്ണത്തിൽ പോലും ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ പേര് പരിഗണിക്കേണ്ടി വരും. അത്രയധികം കരുത്തനാണ് അദ്ദേഹം. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള സസ്പെൻസ് ഇങ്ങനെ നീണ്ടുപോയപ്പോൾ ഒരുപക്ഷെ മധ്യപ്രദേശിൽ കണ്ടതുപോലെ, ശിവരാജ് സിംഗ് ചൗഹാനെ മാറ്റിയതുപോലെ, രാജസ്ഥാനിൽ കണ്ടതുപോലെ ഒരു സർപ്രൈസ് എൻട്രി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP കൊണ്ടുവരുമോ എന്ന് പലരും സംശയിച്ചു. പക്ഷേ അത്തരം സംശയങ്ങളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന് ദേശീയ നേതൃത്വം
തീരുമാനിക്കുന്നതും. ഏതായാലും സത്യപ്രതിജ്ഞ 3 പേരും എന്ന് വേദിയിൽ വെച്ച് നടത്തും. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇനി വരും നാളുകളിൽ മന്ത്രിസഭാ വികസനം എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിലാണ് ഇനി ചർച്ചകൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് തന്നെ ഇരിക്കട്ടെ ആഭ്യന്തര വകുപ്പ് എന്നതാണ് BJPയുടെ ഒരു തീരുമാനം. എന്നാൽ ആഭ്യന്തര വകുപ്പ് വേണമെന്ന് ഏക്നാഥ് ഷിൻഡെ ഉറച്ച നിലപാട് സ്വീകരിച്ചതാണ്. പക്ഷേ ഒരല്പം അയഞ്ഞിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ആ കാര്യത്തിൽ ഇന്നിപ്പോൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം അമിത്ഷായുമായും ഏക്നാഥ് ഷിൻഡെ ചർച്ച നടത്തുമെന്ന് ഇപ്പോൾ ശിവസേന നേതാക്കൾ തന്നെ പറയുകയുണ്ട്. അതുകൊണ്ട് മന്ത്രിസഭാ വിപുലീകരണം അത് ഏത് തരത്തിലായിരിക്കും എന്നതിലാണ് ഇനിയും ആകാംക്ഷ നിലനിൽക്കുന്നത്. പ്രധാനപ്പെട്ട വകുപ്പുകളെ ചൊല്ലി ഈ 3 പാർട്ടികളിലും അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. ധനകാര്യ വകുപ്പ് ഏതായാലും അജിത് പവാറിന് തന്നെ ലഭിക്കും എന്ന കാര്യം ഉറപ്പാണ്. നഗരവികസന വകുപ്പ് അത് ഏക്നാഥ് ഷിൻഡെക്ക് നൽകാനാണ് ഇപ്പോഴത്തെ ഒരു ധാരണ. ശ്രീനാഥ്, അല്പസമയത്തിനുള്ളിൽ തന്നെ തിരിച്ചെത്താമെന്ന് കരുതുന്നു.